മീഡിയ ഫീൽഡിൽ കുറെ വർഷങ്ങളായി പ്രവർത്തിക്കാൻ തുടങ്ങി. സിനിമ ചെയ്യാൻ വൈകിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചാനൽ മേഖലയിലായിരുന്നു അല്ലേ? ചാനൽ മേഖലയിലെ പ്രോഗ്രാംസ്, സീരിയൽസ്, അത് കണക്കിന് ചാനൽ പ്രോഗ്രാംസുകളായിരുന്നു കൂടുതലും വന്നത്. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ അന്ന് ഈ ആദ്യത്തെ സിനിമ ചെയ്തിട്ട് എൻ്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലത്ത് ഒരു ഗ്രാമമാണ് പട്ടത്താനം എന്ന് പറയുന്നത്. ആ ഗ്രാമത്തിലുള്ള കലാകാരന്മാരാണ് നമ്മുടെ മുകേഷ് ഏട്ടൻ, തൊട്ടപ്പുറത്ത് സായികുമാർ ഏട്ടൻ, തൊട്ടപ്പുറത്ത് ബാലചന്ദ്ര മേനോൻ. അവരൊക്കെ അവിടെ നിന്ന് പോയെന്നുള്ളതാണ്. അവരുടെ കുടുംബം അടുത്തെടുത്താണ്. ഒരു റോഡിനപ്പുറത്തായിട്ടാണ് സുരേഷ് അങ്ങനെ ഫാത്തിമ കോളേജിൽ ഞാനവിടെ. അപ്പോൾ ആ ഒരു ബെൽറ്റാണ് അവിടെ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ അവിടെ ഈ കലയും പരിപാടിയൊക്കെ ഞാൻ ഈ കുട്ടിക്കാലത്ത് ഈ സിനിമ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബാലതാരമായിട്ട് ചെയ്തതിന് അറിയില്ല. ബാലതാരമായിട്ട് സ്വാമി ശ്രീധരനൂർ ഇപ്പോഴും അതിൻ്റെ യൂട്യൂബിലൊക്കെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ഗവൺമെൻറ് സ്കൂളിൽ, കൊല്ലത്തൊരു സിസ്റ്റേഴ്സിൻ്റെയൊക്കെ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ പോകുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ തന്നെ ഒരു കോളേജിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചതിൻ്റെ ഒരു അന്നത്തെ പരസ്യം എന്ന് പറഞ്ഞാൽ വിഷ്വലല്ല ഞാൻ പറഞ്ഞത്, സ്റ്റിൽസാണ്. അപ്പോൾ അതിങ്ങനെ നമ്മുടെ ഈ വക്കീലായിട്ട് അങ്ങനെയൊക്കെയുള്ള സ്റ്റിൽസ് വെച്ചിട്ട് ഇങ്ങനെ മുതൽ വാൾ പോസ്റ്റ് പോലെ നമ്മുടെ ഒരു ഷീറ്റ് ഒട്ടിച്ചിട്ട് താഴെ കൊയിലോൺ കോളേജ്, അതാണ് അന്നത്തെ ഇത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇവരിങ്ങനെ ഡയറക്ടേഴ്സ് അതുവഴി വന്ന സമയത്ത് ഇത് ആരാണെന്ന് അറിഞ്ഞിട്ട് അവർക്ക് ഞാനിത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരിങ്ങനെ വേറെ വേഷങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ആ സമയത്ത്. അങ്ങനെ പോയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനൊരു ക്രിസ്ത്യൻ സമുദായത്തിലുള്ളതുകൊണ്ട് ഇതൊന്നും പറയുമല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം അവർക്കപ്പം ഒരാളെ കൊണ്ടുവരുമ്പോൾ ശിവഗിരി മഠത്തിൽ ഞാൻ പോയി ഏകദേശം ഈ കുറേ കാലം മരണപ്പെട്ടു പോയ ശാശ്വതാനന്ദ സ്വാമിയുടെ ശിക്ഷണത്തിൽ ഈ സിനിമയെക്കുറിച്ചുമൊക്കെ ഞാൻ ബെന്നറ്റിലോട്ട് മാറിപ്പോകുന്നല്ല പറഞ്ഞു, ഞാനിതൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോവുക. ശിക്ഷണത്തിൽ കുറച്ച് നാൾ പഠിച്ചിട്ടാണ് അവിടെ നിന്നാണ് ചെമ്പഴന്തിയുടെ ഉള്ളിൽ ശ്രീനാരായണ ഗുരു ഇരിക്കുന്ന അവിടെ ഈറനൊക്കെ ഈ കുളിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ട് ആ ഒരു കാലഘട്ടത്തിൽ വന്നിരുന്നിട്ടാണ് സിനിമ ഷൂട്ടിങ് ആദ്യം തുടങ്ങുന്നത്. 6 വയസ്സോ 7 വയസ്സോ അത്രേ ഉള്ളൂ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത്രേ വരുന്നുള്ളൂ വയസ്സ്. 6 വയസ്സ് 7 വയസ്സിനകത്തേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അതിലേക്ക് പഠിച്ചു. അങ്ങനെ ഈ എന്തോ പറഞ്ഞത് മറ്റേ വ്രതം എടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിലേക്ക് പുള്ളി ആ ഒരു ഗുരുദേവൻ എന്ന് പറയുന്നത് ആത്മീയമായിരുന്നു. അതിനുശേഷം ആ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സമയത്ത് അന്നത്തെ കൊല്ലം എസ്.എൻ. കോളേജിൽ അന്നത്തെ ഈ ചതയ ദിനാഘോഷമായിട്ട് ബന്ധപ്പെട്ട് ആദരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് മുകേഷിൻ്റെ ഫാദർ വിളിക്കുന്നത്, അവന് നീങ്ങി വരാൻ പറയുന്നത്. അപ്പോൾ വിളിച്ചിട്ട് അപ്പം അമ്മയൊക്കെ അടുത്തുണ്ട്. അപ്പോൾ പറയും അവനെ നീ വിടണം, പക്ഷേ അവന് പഠിപ്പിക്കണം കേട്ടോ. മാധവൻ സാറ് അവനെ പഠിപ്പിക്കണം കേട്ടോ, ഇത് മാത്രം പറ്റത്തില്ല, അവനെ പഠിപ്പിച്ച് ഇതാക്കിയിട്ട് വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു.